ആര്യൻ്റെ കള്ളത്തരം ബിഗ് ബോസ് കൈയോടെ പൊക്കി. ഇന്ന് മൂന്നാമത്തെ ടാസ്കിൽ സ്ക്രാച്ച് കാർഡുകൾ വീടിൻ്റെ പല ഭാഗത്തായി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. അത് കണ്ടസ്റ്റൻസ് കണ്ടെത്തണം. അപ്പോൾ ഇതിനകത്ത് പോയിൻറ്സും ഉണ്ടാവും, പണികളും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഓരോരുത്തർ എടുത്തു കാർഡ് കളക്ട് ചെയ്തു. അതിനുശേഷം ടോട്ടൽ കാർഡ് എത്ര കാർഡ് കിട്ടിയെന്ന് നോക്കും. അതിനകത്തുള്ള പോയിൻറ്റ്സ് സ്ക്രാച്ച് ചെയ്ത് നോക്കിയിട്ടാണ് കണ്ടെത്തുന്നത് പണികളാണോ അല്ലെ പോയിൻറ്റ്സ് ആണോ എന്ന്. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് തന്നെ ആതിരയായിരുന്നു പറയേണ്ടിയിരുന്നത്. അതിലേക്ക് 4 കാർഡാണ് കിട്ടിയത്. അപ്പോൾ സ്ക്രാച്ച് ചെയ്തപ്പോൾ ഒരു കാർഡ് ബേൺ ദ കാർഡ് എന്നായിരുന്നു. ബേൺ ദ കാർഡ് എന്ന പണിയായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. അതിനർത്ഥം കിട്ടിയ പോയിൻറ്റ്സ് ഒന്നും കിട്ടില്ല, 0 ആയി പോവും. അപ്പോൾ അതൊരു ഗോൾഡൻ കളറുള്ള കാർഡാണെന്ന് ആദില പറയുന്നുണ്ട്. ഇത് മനസ്സിലാക്കി ആര്യൻ എന്ത് ചെയ്തു? ആര്യന് കിട്ടിയ കാർഡിനകത്തുനിന്ന് ഗോൾഡൻ കളറുള്ള കാർഡ് മാറ്റി പോക്കറ്റിനകത്ത് ഇട്ടു. ഇപ്പോൾ ബിഗ് ബോസ് ചോദിച്ചപ്പോൾ അവൻ ആ കാർഡ് കൂടാതെ ബാക്കിയുള്ള കാർഡുകൾ മാത്രമാണ് പറഞ്ഞത് മാത്രമല്ല ബാക്കി എല്ലാ കാർഡും ബിഗ് ബോസ് പറഞ്ഞതിന് മുമ്പേ സ്ക്രാച്ച് ചെയ്ത് നോക്കി. എന്നിട്ട് വേണ്ട കാർഡ് എല്ലാം ഉറപ്പ് വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ കള്ളത്തരം ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ബിഗ് ബോസ് കണക്ക് കൂട്ടിയപ്പോൾ ബിഗ് ബോസിൻ്റെ കണക്കിൽ നിന്ന് കാർഡ് മിസ്സായതായി ബിഗ് ബോസ് മനസ്സിലാക്കിയപ്പോൾ ബിഗ് ബോസ് ചോദിച്ചു ആരാണ് ഇതിനകത്ത് കാർഡ് ഒളിപ്പിച്ച് വെച്ചതെന്ന്. അപ്പോഴാണ് ആര്യം പറയുന്നത് ഞാനാണെന്ന് പറഞ്ഞിട്ട് പോക്കറ്റിൽ നിന്ന് 4 കാർഡ് എടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് വേണ്ട കാർഡ് ഉണ്ടായിരുന്നില്ല, അല്ലാതെ കുറച്ച് പണികളുണ്ടായിരുന്നു. എങ്കിലും ഇതിനകത്ത് കള്ളത്തരം ചെയ്ത ആര്യൻ്റെ ആ ഒരു പോയിൻറ്റ്സ് റദ്ദാക്കണമെന്നാണ് അനീഷ് ലക്ഷ്മി എല്ലാവരും പറയുന്നത്. ഇതിനകത്ത് നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ആര്യൻ ഇത്രയും വലിയ കള്ളത്തരം ചെയ്തിട്ട് വലിയ പുണ്യാളം സ്ഥാനം വഹിക്കുന്ന അക്ബർ അനങ്ങിയിട്ടില്ല. അതിപ്പോൾ അനീഷോ അനുമോളോ ആണ് ഈ തെറ്റ് ചെയ്തിരുന്നെങ്കിൽ ആക്രോശിച്ചുകൊണ്ട് പിന്നെ ഇവിടെ ന്യായം പറയാൻ വരുമായിരുന്നല്ലോ അക്ബറിൻ്റെ അണ്ണക്ക് എന്താ പിരിവെട്ടിയോ? ആര്യനായതുകൊണ്ട് അക്ബറിന് ഒന്നും പറയാനില്ല, ഒരു മൂലയ്ക്ക് അങ്ങ് ഇരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഈ ഗ്രൂപ്പ് ആര്യൻ, നെവിൻ, അക്ബർ ഈ ഗ്രൂപ്പിൻ്റെ കളികളും ആൾക്കാർ കാണാതിരിക്കരുത്. അവിടെ ഒരു ഗ്രൂപ്പുണ്ട്. ആര്യനെ ഏത് വിനയനെയും ജയിപ്പിക്കാൻ വേണ്ടി കളികളാണ് അവിടെ നടക്കുന്നത്. ആര്യൻ ഇതുപോലത്തെയാണ് പല സ്ഥലത്തും കള്ളത്തരമാണ് കാണിച്ചിട്ടുള്ളത്. വലിയ സ്പോർട്സ്മാൻ സ്പിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇമ്മാതിരി കള്ളത്തരം കാണിച്ചിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. അതുമാത്രമല്ല ഇന്നലെയാണെങ്കിൽ അനുവിൻ്റെ ദേഹത്തേക്ക് അക്ബറിനെ തള്ളിയിട്ടത് ഈ ആര്യനാണ്. എല്ലാം ഒരു തമാശ പോലെയാണ് ആര്യനെ കാണുന്നത്. സ്ത്രീകളുടെ ദേഹത്താണെങ്കിൽ ടച്ച് ചെയ്യും, അവർ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി തട്ടുക മുട്ടുകയൊക്കെ ചെയ്യും. അനു പലതവണ വിലക്കിയിട്ടുണ്ട് ഈ ആര്യൻ്റെ അടുത്ത് അവളെ തുടരുതെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇവനിങ്ങനെ തോണ്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇന്നലത്തെ ആ പാവസൂത്രം എന്ന് പറഞ്ഞ ടാസ്കിൻ്റെ ഇടയിലും ഇതുപോലെ അക്ബറിനെ അനുവിൻ്റെ ദേഹത്തേക്ക് തള്ളിയിടുകയാണ് ചെയ്തത്. അപ്പോഴാണ് അനു പറഞ്ഞത് ബസ്സിൽ നിൽക്കുന്ന പോലത്തെ ഒരു ഫീൽ എന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാത്തിനും കാരണം ഈ ആര്യൻ തന്നെയാണ്. ഈ ടാസ്കിലൊക്കെ മൊത്തം ഇമാതിരി കളി കളിക്കുന്നത് ഈ ആര്യൻ തന്നെയാണ്. പിന്നെ ഷാനവാസിൻ്റെ അമ്മയെ പറഞ്ഞെന്ന് തോന്നി ഷാനവാസ് പറഞ്ഞില്ലേ, അത് കറക്റ്റാണ്. ഇവൻ വായ കൊണ്ട് ആ ഒരു രീതിയിൽ പറഞ്ഞതാണ്. പക്ഷെ ഇവൻ സമ്മതിക്കില്ല, ഇവൻ കള്ളനാണെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക.